Hello, welcome to Market Discussion of the Day. Today, May 9th, 2025, ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളുടെ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ക്രാഷ് കോഴ്സ് ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ചൊവ്വാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യും എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്ന് പ്രത്യേകിച്ച് ഫണ്ടമെന്റൽസ് ഒന്നും ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇന്നലെ നമുക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നോർമലി US നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റിയില്ലെങ്കിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റുന്നതല്ല, പക്ഷേ 0.25 കുറച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വന്നപ്പോൾ അത് പ്രീവിയസിൽ വന്നിട്ട് 241K ആയിരുന്നു. ഫോർകാസ്റ്റ് വന്നത് 234K ആയിരുന്നു. ഇപ്പോൾ ആക്ച്വൽ വന്നത് 228K ആണ്. ഇത് ആക്ച്വലി US ഡോളറിന് കുറച്ചും കൂടെ, അല്ലെങ്കിൽ US എക്കണോമിക്ക് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അതായത് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രമാത്രം ആൾക്കാർ ക്ലെയിം ആവശ്യപ്പെട്ടു, ജോലി ഇല്ലാണ്ടായിട്ട് ക്ലെയിം ആവശ്യപ്പെട്ടുവിൻ്റെ ഡേറ്റയാണ്. ഓക്കെ, അപ്പം കുറച്ച് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുള്ളതെന്നും കുറച്ച് ആൾക്കാർ മാത്രമേ ജോബ്ലെസ് ക്ലെയിമിന് വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ളൂ എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ അത് US ഗവൺമെൻറ്റിന് നല്ലതാണ്. അപ്പോൾ അതിനുശേഷം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. സോ ഇന്നും നമുക്ക് രാവിലെ 9:40 UK ടൈമിംഗ് 9:40 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ സ്പീച്ച് ഉണ്ട്. അപ്പോൾ GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു സമയത്ത് ഒന്ന് നോക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം വേറൊന്നുമല്ല, നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുത്താൽ ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകാനുള്ള പോസിബിലിറ്റി എല്ലാം ഉണ്ട്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ശാന്തമായൊരു ദിവസമാണ്. നമുക്ക് ഈസി ആയിട്ട് ടെക്നിക്കൽ വൈസ് ട്രേഡ് ചെയ്ത് പോകാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചത്തേക്കുള്ള ന്യൂസുകളെ പറ്റി നമുക്കൊന്നെങ്കിൽ എന്തെങ്കിലും സംഭവ ബഹുലങ്ങളൊക്കെ സംഭവിച്ചാൽ നമുക്ക് തിങ്കളാഴ്ച സംസാരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മനസ്സിലിരിക്കേണ്ട കാര്യം, റഷ്യയിൽ ഇന്ന് വിക്ടറി ഡേ ആണ്. സോ വിക്ടറി ഡേക്ക് ഉക്രൈൻ വലിയൊരു അടി കൊടുക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഡ്രോൺ ആക്രമണമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനത്തുള്ള ആക്രമണം ഉണ്ടെങ്കിൽ അത് വലിയ ഒരു ഗോൾഡിലൊക്കെ വൻ മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഓപ്പണായിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിൽ വെച്ച് പോവുക. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. ഓക്കെ, നേരെ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ പോകുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് വരുമ്പം, JPY ഇന്നലെ 346 തട്ടിയിട്ട് താഴോട്ട് റെസിസ്റ്റ് ചെയ്ത് അവിടുന്ന് താഴോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഡൗൺ ട്രെൻഡ് തന്നെയാണ് മാർക്കറ്റ്. നമുക്ക് ഇപ്പോൾ ഒരു തീരുമാനമെടുക്കുക എന്ന് പറയുന്നത്, നമുക്ക് 344 വരെ എത്തിയാൽ അവിടുന്ന് നമുക്കൊരു ബൈ എൻട്രി ഉണ്ട് എന്നുള്ളതാണ്. JPYയിലെ ഒരു നല്ലൊരു എൻട്രി കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയുക 144 ബൈ അല്ലെങ്കിൽ 146 സെല്ല്. ഓക്കെ, ഇനി 146 ഒന്നുകൂടെ എത്തുമ്പോൾ അവിടെ നിന്ന് സെല്ല് എടുക്കണോ എന്നെൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോൾ അവിടെ റെസിസ്റ്റ് ചെയ്യാതിരിക്കാം. കാരണം 2 വട്ടം ഓൾറെഡി റെസിസ്റ്റ് ചെയ്ത സ്പേസാണ് 146. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ May 2 145.9 എത്തിയിട്ട് താഴെ പോയി 142 വരെ പോയിട്ടാണ് മാർക്കറ്റ് തിരിച്ചു കയറി വന്നത്, അല്ലേ? സോ അതേപോലെ തന്നെ വീണ്ടും ആവർത്തിക്കാം ഈ ഒരു വട്ടം. പക്ഷെ അത് നമുക്ക് 146 നിന്ന് അടുത്ത വട്ടം പോകുമ്പോൾ അവിടുന്ന് സെല്ലെടുക്കാമെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ 142 എന്ന് പറയുന്നത് നല്ലൊരു ബൈ എൻട്രിയാണ്. 142 എന്ന് പറയുന്ന നല്ലൊരു ബൈ എൻട്രിയാണ്. ഇന്ന് മാർക്കറ്റിൻ്റെ ഒരു റേഞ്ച് വെച്ചിട്ടൊരു 144 വരെ പോകാനുള്ള പോസിബിലിറ്റിയേ ഉള്ളൂ. ഓക്കെ, 144 അവിടെ നിന്ന് ഇന്ന് ബൈ എടുക്കണം എന്നും ഞാൻ പറയത്തില്ല. നമുക്ക് തിങ്കളാഴ്ച നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു തീരുമാനം എന്നുള്ളതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ളത്. എനിക്കറിയാം ഈ ആഴ്ച ഞാൻ വലിയ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഓപ്പർച്യൂണിറ്റി കുറവായിരുന്നു, അതുകൊണ്ടിട്ടാണ് പറയാൻ പറ്റാത്തത്. പക്ഷേ ഓപ്പർച്യൂണിറ്റി പറഞ്ഞതിനെല്ലാം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ 3330 ബൈ, അത് കറക്റ്റായിട്ട് 3330 നമുക്ക് ബൈ വരികയും അവിടുന്ന് പ്രോപ്പറായിട്ട് ഓൾമോസ്റ്റ് നമുക്കൊരു 300 പിപ്സിന് അടുപ്പിച്ചിട്ടുള്ള ഒരു പ്രോഫിറ്റ് കിട്ടുകയും ചെയ്തു. ഞാൻ 3330 ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. 3354 റേഞ്ചിൽ ഞാൻ പ്രോഫിറ്റ് എടുത്ത് മാറുകയും ചെയ്തു.
ഓക്കെ. സോ നമുക്ക് 100% ഉറപ്പുള്ള, അതായത് ഈ ആഴ്ചയിൽ എനിക്ക് കിട്ടാനുള്ള പ്രോഫിറ്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. അതുകൊണ്ടിട്ട് ഇനി ഞാൻ ഓവർ ട്രേഡ് ചെയ്ത് ഇതാക്കുന്നത്, നമുക്ക് ഒരാഴ്ചയിൽ ഒരൊറ്റ ഒരു ഓപ്പർച്യൂണിറ്റി പോരെ. അപ്പോൾ ഇന്ന് ഈ ആഴ്ച നമുക്ക് ഗോൾഡിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ഓൾമോസ്റ്റ് 300 പിപ്പിൻ്റെ ഒരു മൂവ്മെൻറ്റ് കിട്ടി. ഇനി എന്തിനാണ് നമ്മൾ വീണ്ടും ഓവർ ട്രേഡ് ചെയ്ത് വീണ്ടും നമ്മൾ പൈസ കളയുന്നത്? അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ JPYയിൽ എനിക്ക് 144 എന്നുള്ളൊരു ബൈയെക്കുറിച്ച് എനിക്ക് ഉറപ്പൊന്നുമില്ല. ഓക്കെ. വേണം എന്നുള്ള ആൾക്കാർക്ക് 144 റിസ്ക് എടുത്ത് ബൈ ചെയ്യാം. 143.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യാം. ഓക്കെ. സോ ഇതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ളത്. നേരെ നമ്മൾ നമ്മുടെ യൂറോയിലോട്ട് വരുമ്പോൾ, യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 1.12445 ഓക്കെ. നമുക്ക് ഇന്ന് മാർക്കറ്റ് 1.300 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു സെല്ല് എടുക്കുന്നത് കൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ. 1.1300 അടുത്തൊക്കെ കിട്ടിയാൽ നമുക്ക് അതാണ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരിക്കലും യൂറോ സെൽ സൈഡ് നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. കാരണം യൂറോ അപ് ട്രെൻഡാണ്. ഓക്കെ. ഒരു കാരണവശാലും നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള യൂറോയിൽ ഓപ്പർച്യൂണിറ്റി വന്നിട്ട് 1.100 ആണ്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത്, പക്ഷേ മാർക്കറ്റ് അവിടെ എത്തുന്നില്ലല്ലേ. എനിക്കറിയാം മാർക്കറ്റ് അവിടെ എത്തുന്നില്ല, പക്ഷേ വെയിറ്റ് ചെയ്യാം, മാർക്കറ്റ് അവിടെ എത്തും. ഓക്കെ. എന്നും പറഞ്ഞ് 1.300 നമ്മൾ ബൈ ചെയ്ത് അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കണമെന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം അപ് ട്രെൻഡ് അല്ലാത്തത് കൊണ്ടിട്ട്, അപ് ട്രെൻഡ് ആയതുകൊണ്ടിട്ട്. ഓക്കെ. സോ നമുക്ക് 1.1300 അവിടെ കിട്ടിയാൽ നമുക്ക് അവിടുന്ന് ഒരു ചെറിയൊരു സെല്ലെടുത്ത് ഒരു 50 to 60 പിപ്സിൻ്റെ മൂവ്മെൻറ്റിൽ നമുക്ക് പ്രോഫിറ്റ് എടുത്ത് മാറാം. അതാണ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൽ, യൂറോയിൽ. ഓക്കെ. 1.1350 മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും എന്നുള്ളത് ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ. സോ നേരെ നമ്മളുടെ GBPയിലോട്ട് വരുമ്പോൾ, GBP ഇപ്പോൾ ഇന്നലെ ഒന്ന് ഇറങ്ങി താഴോട്ട് പോയി 1.3200 വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീട്രേസ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അപ് ട്രെൻഡൊക്കെ കാണിക്കുന്നുണ്ട്. യൂറോയും 1.300 അവിടെ കിട്ടിയാൽ, ഓക്കെ, 1.3300 അവിടെ കിട്ടിയാൽ GBP നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഓക്കെ. 1.3300 1.3350 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. അത് നിർബന്ധമാണ്. കാരണം GBP കട്ട അപ് ട്രെൻഡ് സാധനമാണ്. ഇന്നലെയും എന്താ പറയുക, നമ്മുടെ US പ്രസിഡൻറ്റും അതേപോലെ UK പ്രൈം മിനിസ്റ്ററും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയും, അത് എന്താ പറയുക, പുതിയ ഡീലുകളും അതേപോലെ അവർ തമ്മിലുള്ള ഒരു ബന്ധം പാരമ്പര്യമായിട്ടുള്ളൊരു ബന്ധമാണെന്നും, ഓക്കെ, വലിയൊരു റിലേഷൻഷിപ്പാണെന്നും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എന്തൊക്കെയോ UK നല്ല രീതിയിൽ ഇതാക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നലത്തെ ദിവസം നടന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ GBP എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവണം. അതുകൊണ്ടിട്ട് GBPയുടെ ഏറ്റവും ബെറ്റർ പ്രൈസിൽ പോയി ബൈ ചെയ്താലുണ്ടല്ലോ, ചിലപ്പോൾ നമ്മളൊരു 1 ലോട്ടൊക്കെ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.1300 അവിടെയൊക്കെ നമുക്കൊരു ബൈ കിട്ടിയാൽ, 1.1300 അവിടെ 1.300 അവിടെ നമുക്കൊരു ബൈ കിട്ടിയാൽ, നല്ല ബൈ കിട്ടിയാൽ, ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.5 ലോട്ടെങ്കിലും അവിടെ നിന്ന് എടുത്തിട്ട് 1.2800 വരെ വീണ് കിട്ടുന്നോണ്ടെന്നുള്ള കാര്യം വെയിറ്റ് ചെയ്യുക. അവിടെ നിന്ന് വീണ്ടും 0.5 ലോട്ട് എടുക്കുക. അങ്ങനെ നമുക്കൊരു ചാൻസ് കിട്ടിയാൽ, ലോങ്ങർ ടേമിലോട്ട് നമ്മൾ ഹോൾഡ് ചെയ്താൽ മിനിമം ഒരു 1500 തൊട്ട് 2000 പിപ്പ് വരെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15000 തൊട്ട് $20,000 വരെ ഉള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാം. 10 ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ഒരു കോടി ആ റേഞ്ചിലൊക്കെ, 1,50,00,000 രൂപയൊക്കെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം ഒറ്റ ട്രേഡിൽ. ഓക്കെ. പക്ഷെ അത് ഹോൾഡ് ചെയ്യാനും അത് കൊണ്ടുപോകാനും ഉള്ളൊരു ക്ഷമ എന്ന് പറയുന്ന സാധനം നമുക്കുണ്ടാവണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ആ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റുള്ളൂ. നമ്മൾ പിന്നെ വേറെ ട്രേഡ് ഒന്നും ചെയ്യണ്ട. നമ്മളെന്തിനാണ് ട്രേഡ് ചെയ്യുന്ന? പൈസ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ലോങ്ങർ ടേമിലോട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റി, ഉറപ്പായിട്ടും പൈസ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് പിന്നെ എന്തിനാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്? ഉറപ്പായിട്ടും ഇത് 1.4500 ആ ഒരു ലെവൽ 1.500 റേഞ്ചിലോട്ട് ഉറപ്പായിട്ടും GBP ഈ ഒരു വർഷത്തിൻ്റെ എൻഡിലോട്ട് എത്തേണ്ടതാണ്. ഓക്കെ.
അപ്പോൾ അതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ള ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക. ഓക്കെ, നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ, ഗോൾഡ് ഇന്നലെ നമുക്കറിയാം 3330 ഞാൻ പറഞ്ഞ ബൈ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 2 വട്ടം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. 2 വട്ടം എത്തി. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് പല ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ട്. ഗോൾഡ് ഞാൻ ഗോൾഡ് ഏകദേശം ഒരു 2-3 ആഴ്ചയായി ഞാൻ ഗോൾഡിനെ കുറിച്ച് പറഞ്ഞിട്ട് പോലും. ഇന്നലെ ആയിരുന്നു ഞാൻ ഗോൾഡിനെ പറ്റി ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞത്. അത് 100% ഉറപ്പുള്ള ഇതുകൊണ്ടിട്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, ഗോൾഡ് ഇപ്പോൾ നിൽക്കുന്നത് 3325 ഓക്കെ, 3200. ഇന്നലെ മാർക്കറ്റ് 3275 വരെ മാർക്കറ്റ് താഴോട്ട് പോയിട്ടുമുണ്ട്. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിൽ ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് കൺഫ്യൂസ്ഡ് ആണ്. പക്ഷേ എനിക്കറിയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 3330 മുകളിലാണ് നമ്മളുടെ ഇവിടുത്തെ UK ടൈമിംഗ് 10 മണി അല്ലെങ്കിൽ ഏഷ്യൻ ടൈമിംഗ് 2:30 മണിക്കെങ്കിൽ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.1 ലോട്ട് എടുത്ത് വേണമെങ്കിൽ പരീക്ഷിക്കാം. ഓക്കെ, അതായത് 0.1 കച്ചവടം ചെയ്യുന്ന ആൾക്കാർ വെറും 0.01 ലോട്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. കാരണം ചിലപ്പോൾ ഒരു വലിയൊരു മൂവ്മെൻ്റ് ഒക്കെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബിക്കോസ് ഓഫ് ദ പൊളിറ്റിക്കൽ കണ്ടീഷൻ, പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടിട്ട് ചിലപ്പോൾ ഒരു വലിയൊരു മൂവ്മെൻറ്റ് കിട്ടാം. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കി കളയേണ്ടതെന്ന് പറയുന്നത്. നമുക്ക് 100% ഉറപ്പില്ല. കാരണം ഒരൊറ്റ മാർക്കറ്റ് ഓപ്പണിങ്ങിന് മാത്രം മുകളിലോട്ട് കയറിയാൽ നമുക്ക് 100% ഉറപ്പായിട്ടും അത് കിട്ടും എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, സോ അതാണ് ഗോൾഡിൽ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗോൾഡിൽ ഉറപ്പായിട്ടും 3280 നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 3280 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ടിൻ്റെ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുന്നോട്ട് പോകാം. ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം, തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യാം. 3230 അതാണ് ഇനി അടുത്ത സപ്പോർട്ട്. ഓക്കെ, 3230 അവിടെ നിന്ന് നമുക്ക് നല്ലൊരു ബൈ ഉണ്ട്. അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സൊക്കെ പ്രസൻ്റ് ആണ്. നമുക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞ ആഴ്ച നടന്നില്ലേ 3230 എവിടെ എന്ത് സംഭവിച്ചു? കഴിഞ്ഞ തിങ്കളാഴ്ച നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് എത്രാം തീയതി? ഇന്ന് 7-ാം തീയതി 8-ാം തീയതി എന്തോ അല്ലേ? കഴിഞ്ഞ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ മെയ് 5-ാം തീയതി 3240 ഇവിടെ 3240-41 കിടക്കുകയായിരുന്നു മാർക്കറ്റ്. ഈ മാർക്കറ്റ് ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്കും 6-ാം തീയതി 3432. എത്ര പിപ്പ്? 2000 പിപ്പ്. ഓക്കെ, ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾ ആ ദിവസം, അതായത് ഒരു ദിവസം കൊണ്ട് $20,000 ഉണ്ടാക്കിയിട്ടുള്ളത്. സോ അതേപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതല്ലേ നല്ലത് നമുക്ക്, അല്ലേ? അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് ആണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ, 3230 അവിടെയാണ് നമുക്ക് നല്ലൊരു സപ്പോർട്ടുള്ളത്. 3280 ഒരു മൈനർ സപ്പോർട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാം. ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾ 0.2 ലോട്ടോ 0.3 ലോട്ടോ ഒക്കെ എടുത്ത് പരീക്ഷിച്ച് നോക്കാം. സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളത് 100% ആയിട്ടും നോക്കിക്കണ്ട് ചെയ്യേണ്ട കാര്യമാണ് എന്ന് മനസ്സിലും അത് മാത്രം ഉറപ്പിക്കാം. ഓക്കെ, ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം എനിക്ക് മാർക്കറ്റ് ഡിസ്കഷനിലായിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ, എന്താ പറയുക, ഇന്ത്യ പാകിസ്ഥാൻ വാർ നടക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയ രീതിയിലോട്ട് അത് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പല ആൾക്കാരും ചോദിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ വാർ ഓൾറെഡി ഒരുപാട് വട്ടം നടന്നിട്ടുണ്ട്. അപ്പം അത് എന്താണ് അതിനകത്തുനിന്ന് സംഭവിക്കാൻ പോകുന്നതെന്ന് ചിലപ്പം ആൾക്കാർക്ക് അറിയാമായിരിക്കാം. അതുകൊണ്ടാണ് വലിയ രീതിയിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവത്തത്. ചിലപ്പോൾ ഒരു ഫുൾ ഫ്ലെഡ്ജിലൊരു വാറൊക്കെ ഉണ്ടായാൽ ചിലപ്പോൾ അത് ഉറപ്പായിട്ടും നമ്മുടെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട്. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഉറപ്പായിട്ടും നമുക്ക് എന്താ പറയുക, എൻ്റെ വീഡിയോ ഇഷ്ടമാണ്, ഞാൻ പറയുന്ന പോലെ ട്രേഡ് എടുത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആണ് എങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, നല്ല പറയുന്നതൊക്കെ കറക്റ്റാണെന്നുള്ള കാര്യം. ഓക്കെ, കോഴ്സിന് ജോയിൻ ചെയ്യണമെന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് ഓർപ്പിച്ചുകൊണ്ട് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് തിങ്കളാഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച വേൾഡിൽ എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഞായറാഴ്ച മാർക്കറ്റ് ഡിസ്കഷൻ സ്പെഷ്യൽ ഉണ്ടാവും. അത് നോക്കുക. ഓക്കെ,
ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ളത്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് തിങ്കളാഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ.